ഉൽപ്പത്തി അധ്യായം 35. ദൈവം യാക്കോബിനോട് അരുളിച്ചെയ്തു, ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക. എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക. നമുക്ക് ബേഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവവിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവൻ ഷെക്കേവിനടുത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ അവ കുഴിച്ചു മൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി. അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിൻ്റെ മക്കളെ പീഡിപ്പിച്ചില്ല. യാക്കോബും കൂടെ ഉണ്ടായിരുന്നവരും കാനാൻ ദേശത്ത് ബേഥേൽ, അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽ ബേഥേൽ എന്ന് പേരിടുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത്. റബേക്കായുടെ പരിചാരികയായ ദബോറ മരണമടഞ്ഞു. ബേഥേലിൻ്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിൻ്റെ കീഴെ അവളെ അടക്കി. അതിന് അലോൺ ബാക്കൂത്ത് എന്ന് പേരുണ്ടായി. പാദാനാരാമിൽ നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട് അരുളിച്ചെയ്തു, യാക്കോബ് എന്നാണ് നിന്റെ പേര്, എന്നാൽ ഇനിമേൽ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക. അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം അവനോട് വീണ്ടും അരുളിച്ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാണ്. നീ സന്താനപുഷ്ടിയുണ്ടായി പെരുകുക. ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ നൽകും. അനന്തരം ദൈവം അവനെ വിട്ടുപോയി. അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ട് ഒരു സ്തംഭമുയർത്തി അതിന്മേലൊരു പാനീയ ബലി അർപ്പിച്ച് എണ്ണ പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേരിട്ടു. ബേഥേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു. എഫ്രാത്തായിൽ എത്തുന്നതിന് കുറച്ചു മുൻപ് റാഹേലിന് പ്രസവവേദന തുടങ്ങി. പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഇപ്രാവശ്യവും ഒരു പുത്രനെ ലഭിക്കും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. ജീവൻ വേർപെടുന്ന സമയത്ത് അവൾ അവനെ ബെനോനി എന്ന് പേർ വിളിച്ചു. പക്ഷേ അവൻ്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത്. റാഹേൽ മരിച്ചു. ബേത്ലഹം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി. അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി. ഇന്നും അത് റാഹേലിൻ്റെ കല്ലറയിലെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു. ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു. ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തൻ്റെ പിതാവിൻ്റെ ഉപനാരിയായ ബിൽഹായുമൊത്ത് ശയിച്ചു. ഇസ്രായേൽ അതറിയാനിടയായി. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. ലേയായുടെ പുത്രന്മാർ യാക്കോബിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ റൂബൻ, ശെമയോൻ, ലേവി, യൂദ, ഇസ്സാക്കാർ, സെബലൂൺ. റാഹേലിൻ്റെ പുത്രന്മാർ ജോസഫ്, ബെഞ്ചമിൻ. റാഹേലിൻ്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ, നഫ്താലി. ലേയായുടെ പരിചാരികയായ
സിൽഫായുടെ പുത്രന്മാർ ഗാദ്, ആഷേർ. യാക്കോബിന് പാദാനാരാമിൽ വെച്ച് ജനിച്ച മക്കളാണ് ഇവർ. യാക്കോബ് ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാതർബായിലെ മാമ്രയിൽ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുത്തേക്ക് പോയി. അബ്രാഹവും ഇസഹാക്കും പാർത്തിരുന്നത് അവിടെയാണ്. ഇസഹാക്കിൻ്റെ ആയുഷ്കാലം 180 വർഷമായിരുന്നു. ഇസഹാക്ക് അന്തിശ്വാസം വലിച്ചു. വൃദ്ധനായ അവൻ തൻ്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു. മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു. Chapter 35. God said to Jacob, "Go up now to Bethel, settle there and build an altar there to the God who appeared to you while you were fleeing from your brother Esau." So Jacob told his family and all the others who were with him, "Get rid of the foreign gods that you have among you, then purify yourselves and put on fresh clothes. We are now to go up to Bethel, and I will build an altar there to the God who answered me in my hour of distress, and who has been with me wherever I have gone." They therefore handed over to Jacob all the foreign gods in their possession, and also the rings they had in their ears. Then, as they set out, a terror from God fell upon the towns round about, so that no one pursued the sons of Jacob. Thus Jacob and all the people who were with him arrived in Luz, that is Bethel, in the land of Canaan. There he built an altar, and named the place Bethel, for it was there that God had revealed himself to him when he was fleeing from his brother. Death came to Rebekah's nurse Deborah. She was buried under the oak below Bethel, and so it was called Alan Bakuth. On Jacob's arrival from Padan Aram, God appeared to him again and blessed him. God said to him, "You whose name is Jacob shall no longer be called Jacob, but Israel shall be your name." Thus he was named Israel. God also said to him, "I am God Almighty. Be fruitful and multiply. A nation, indeed an assembly of nations, shall stem from you, and kings shall issue from your loins. The land I once gave to Abraham and Isaac I now give to you, and to your descendants after you will I give this land." Then God departed from him. On the site where God had spoken with him, Jacob set up a memorial stone, and upon it he made a libation and poured out oil. Jacob named the site Bethel, because God had spoken with him there. Then they departed from Bethel. But while they still had some distance to go on the way to Ephrath, Rachel began to be in labor and to suffer great distress. When her pangs were most severe, her midwife said to her, "Have no fear, this time too you have a son." With her last breath, for she was at the point of death, she called him Ben-Onai. His father, however, named him Benjamin. Thus Rachel died, and she was buried on the road to Ephrath, that is, Bethlehem. Jacob set up a memorial stone on her grave, and the same monument marks Rachel's grave to this day. Israel moved on and pitched his tent beyond Migdal Eder. While Israel was encamped in that region, Reuben went and lay with Bilhah, his father's concubine. When Israel heard of it, he was greatly offended. The sons of Jacob were now 12, the sons of Leah, Reuben, Jacob's firstborn, Simeon, Levi, Judah, Issachar, and Zebulun. The sons of Rachel, Joseph and Benjamin. The sons of Rachel's maid Bilhah, Dan and Naphtali. The sons of Leah's maid Zilpah, Gad and Asher. These are the sons of Jacob who were born to him in Padan Aram. Jacob went home to his father Isaac at Mamre in Kiriath Arba, that is Hebron, where Abraham and Isaac had stayed. The lifetime of Isaac was 180 years. Then he breathed his last. After a full life he died as an old man and was taken to his kinsmen. His sons Esau and Jacob buried him.